ഷോൾഡർ ജോയിൻറ്റ് പേജ് നമ്പർ 71 to 78 കണ്ടോ, ഇമ്പോർട്ടൻറ്റ് ഫിഗർ കണ്ടോ, 6.5, 6.6, 6.2b. അപ്പോൾ ദേ 71 to 78 വരെ എന്താണ്, ഷോൾഡർ ജോയിൻ്റ് ആണ്. അതായത് ദേ ഇവിടെ മുതൽ 78 വരെ എന്താണ്, ഷോൾഡർ ജോയിൻ്റ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ 8 പേജിലും ഷോൾഡർ ജോയിൻ്റ് ആണ്. നമുക്ക് എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുന്നത് ആകെ 3 മണിക്കൂറുള്ള എക്സാമാണ്. അപ്പോൾ നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ഒരു എസ്സേ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഷോൾഡർ ജോയിൻ്റ് മാത്രം എഴുതിയാൽ പോരല്ലോ. അപ്പോൾ എന്താണ് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാവുന്നത്, നമ്മൾ എത്രത്തോളം പഠിച്ചാലും, അതായത് ഈ 7-8 പേജിലുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ പഠിച്ചാലും നമുക്കത് അവിടെ എഴുതാനുള്ളൊരു സമയം കിട്ടത്തില്ല. മാത്രമല്ല, ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു? അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് ഇയർ MBBS പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ കൊച്ചുങ്ങൾ സ്ട്രെസ്ഡ് ഔട്ടായിട്ട് മെസ്സേജ് ചെയ്തപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അത് അത്ര ആവശ്യമുള്ളൊരു വീഡിയോ ആണെന്നുള്ളത് അതിൻ്റെ റെസ്പോൺസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനകത്തിൽ ഞാൻ സിസ്റോണിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഫോളോ ചെയ്യേണ്ട ബുക്സിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അതിലെങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുമായിരുന്നു ഉള്ളത്. അപ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ട് കുറച്ച് കമൻസും കുറച്ച് ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് മെസ്സേജസും ഒക്കെ വന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചത്, ചേച്ചി സിസ്റോൺ എങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ സിസ്റോൺ എന്ന് പറയുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി അനാറ്റമിക്ക് വേറെ സിസ്റോൺ വേണോ, ഫിസിയോളജിക്ക് വേറെ സിസ്റോൺ വേണോ, ബയോകെമിസ്ട്രിക്ക് വേറെ സിസ്റോൺ വേണോ, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സിസ്റോൺ ഉപയോഗിച്ച് നിങ്ങൾ എങ്ങനെയാണ് ഒരു ഡിസ്റ്റിങ്ഷനിലേക്കോ അല്ലെങ്കിൽ ഒരു പാസ് മാർക്കിലേക്കോ, നല്ലൊരു പാസ് മാർക്കിലേക്കോ എത്തുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണേ. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ സിസ്റോൺ. നമ്മളിതിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും വേറെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് പോവാം. കണ്ടോ, നമുക്ക് അനാറ്റമിക്കും ഫിസിയോളജിക്കും ബയോകെമിസ്ട്രിക്കും കൂടെ ഒരു സിസ്റോൺ മതി. അനാറ്റമിയുടെ പ്രാക്ടിക്കൽ, ഫിസിയോളജിയുടെ പ്രാക്ടിക്കൽ, ബയോകെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ, അങ്ങനെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസും ഇതിനകത്തുണ്ട്. കണ്ടോ, അനാറ്റമിയുടെ പ്രാക്ടിക്കലിനകത്തിൽ നമുക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഏതൊക്കെയാണ്, സർഫസ് മാർക്കിംഗ്, ഹിസ്റ്റോളജി, റേഡിയോളജി, എന്താണ് OSP, ഇതെല്ലാം ഇതിനകത്തിലുണ്ട്. കണ്ടോ, അപ്പോൾ നമുക്ക് ഈ ഒരു ബുക്ക് മേടിക്കുന്നത് കൊണ്ട് തിയറിക്ക് മാത്രമല്ല പ്രാക്ടിക്കലിനും ഒരുപോലെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്തിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പിള്ളേരുടെ സിസ്റോൺ ആണ്, അതുകൊണ്ട് ഇതേ ഡിസ്ട്രിബ്യൂഷൻ അല്ല നിങ്ങൾക്കുള്ളത്. അപ്പോൾ കണ്ടോ, നമ്മുടെ എക്സാംസിന്, അതായത് യൂണിവേഴ്സിറ്റി എക്സാംസിന് ലോങ് എസ്സേക്ക് എത്ര മാർക്കുണ്ട്, ലോങ് എസ്സേ എത്ര എണ്ണം വരും, ഷോർട്ട് എസ്സേക്ക് എത്ര മാർക്കുണ്ട്, ഷോർട്ട് എസ്സേ എത്ര എണ്ണം ഉണ്ടാവും, ബ്രീഫ് ആൻസേഴ്സ് എത്ര എണ്ണം ഉണ്ടാവും, അതിന് എത്ര മാർക്കാണ്, പ്രിസൈസ് ആൻസേഴ്സ് എത്ര എണ്ണം ഉണ്ടാവും, അതിന് എത്ര മാർക്കാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രാക്ടിക്കൽസ് എന്താണ്, OSP എത്ര മാർക്കിനാണ് ചോദിക്കുന്നത്, അതുപോലെ തന്നെ സർഫസ് മാർക്ക് എത്ര മാർക്കിനാണ് ചോദിക്കുന്നത്, എംബ്രിയോളജി, ഓസ്റ്റിയോളജി, റേഡിയോളജി, ഇതൊക്കെ എത്ര മാർക്കിനാണ് ചോദിക്കുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനാറ്റമിനെ പറ്റിയിട്ടൊരു ബേസിക് ഐഡിയ ഉണ്ടാവും. മാത്രമല്ല, നിങ്ങൾക്ക് അറിയാലോ അനാറ്റമിക്ക് പേപ്പർ 1, പേപ്പർ 2 എന്ന് പറഞ്ഞ് 2 സെക്ഷൻ ഉണ്ട്. അപ്പം പേപ്പർ 1-നകത്തിൽ ഏതൊക്കെ ടെക്സ്റ്റ് ആണ് പേപ്പർ 1-നകത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, പേപ്പർ 2-നകത്തിൽ ഏതൊക്കെ ടെക്സ്റ്റാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഈ ജനറൽ എംബ്രിയോളജി, ജനറൽ അനാറ്റമി, അപ്പർ ലിംബ്, ലോവർ ലിംബ്, തൊറാക്സ്, ഇതൊക്കെ സെപ്പറേറ്റ് ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ഏതൊക്കെ ടെക്സ്റ്റാണ് എന്താണ് പേപ്പർ 1-ൻ്റെ താഴെ വരുന്നത്, ഏതൊക്കെ ടെക്സ്റ്റാണ് പേപ്പർ 2-ൻ്റെ താഴെ വരുന്നത്, അങ്ങനെ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയയും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അപ്പർ ലിംബിൻ്റെ പോർഷൻസ് നോക്കാം. പിന്നെ ഞാൻ ഇടയ്ക്ക് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരണമെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ, ജെനറ്റിക്സ്, എംബ്രിയോളജി എന്നൊക്കെ പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി എക്സാംസിന് ഇത്തിരി വെയിറ്റേജ് കുറഞ്ഞ ഏരിയ ആണ്. അപ്പോൾ ഈ ജെനറ്റിക്സിലൊക്കെ ഉള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇത്രയും മാത്രം കാര്യങ്ങൾ മതി ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ടും. എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി റെഫർ ചെയ്തിട്ട് ഇതിൻ്റെ വല്ല ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ പഠിച്ചാൽ മതിയാവും. കണ്ടോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം യൂണിവേഴ്സിറ്റി എക്സാംസിൻ്റെ സമയത്തൊന്ന് റിവിഷൻ ചെയ്യാനോ ഇത് തന്നെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് കിട്ടും കേട്ടോ ആ ഒരു ഏരിയയിൽ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്തിലുണ്ട്. കണ്ടോ, ഇതൊക്കെ ജെനറ്റിക്സ് ആണ്. ജെനറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ എംബ്രിയോളജിയിലെ കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അപ്പർ ലിംബിൻ്റെ ടെക്സ്റ്റാണ് കേട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അപ്പർ ലിംബിൻ്റെ ഈ ഒരു ടെക്സ്റ്റിൽ നിന്ന് വരാവുന്ന എസ്സേസ് കണ്ടോ, അതുപോലെ തന്നെ ഷോർട്ട് എസ്സേസ് കണ്ടോ, അതുപോലെ തന്നെ ഷോർട്ട് ആൻസേഴ്സ്, പിന്നെ മസിൽസിൽ നിന്ന് ആ ഒരു ഏരിയ അപ്പർ ലിംബിലെ മസിൽസിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നെർവ് സപ്ലൈ എന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, വാസ്കുലാർ സിസ്റ്റത്തിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ചോദിച്ചിട്ടുള്ള 1 വേർഡ് കാര്യങ്ങളൊക്കെ കണ്ടോ.
പിന്നെ ദേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഇവിടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എന്ന് കണ്ടോ, UQ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. ഇതിനകത്ത് തന്നെ നമുക്ക് ഈ സിസ്റോൺ എന്ന് പറയുന്ന ഇതിനകത്തിൽ മൊത്തം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഈ UQ എന്ന് സൈഡിൽ മാർക്ക് ചെയ്തേക്കുന്നത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇവിടെ കണ്ടോ എക്സ്റ്റൻസർ റെറ്റിനാക്കുലം കണ്ടോ, ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ സംഭവം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടുന്നത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും തന്നെയും പിന്നെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എസ്സേ വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ബ്രസ്റ്റ് നമുക്ക് എന്തായാലും ഇവിടെ ഡയഗ്രാംസ് ഒക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും യൂട്യൂബിൽ കുറച്ച് പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമുക്ക് ബ്രേക്കിയൽ പ്ലക്സസ് ഒക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ബ്രേക്കിയൽ പ്ലക്സസ് ഇത് കണ്ടോ, VS എന്ന് പറയുന്നത് വിശ്രാം സിംഗ് ആണ്. 52 to 55, അതായത് വിശ്രാം സിംഗിലെ 52 മുതൽ 55 പേജിനകത്താണ് ബ്രേക്കിയൽ പ്ലക്സസ് വരുന്നത്. അതുപോലെ തന്നെ BDC എന്ന് പറയുന്നത് BD ചൗരസിയാണ്. 59 മുതൽ 64 ബ്രേക്കിയൽ പ്ലക്സസ് വരുന്നത്. ഈ NVK അതെനിക്കും അറിയത്തില്ല, നമ്മൾ ഫോളോ ചെയ്യുന്ന ബുക്ക് എന്ന് പറയുന്നത് വിശ്രാം സിംഗും BD ചൗരസിയാണ്. അപ്പോൾ കണ്ടോ 52 to 55. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ 52 മുതൽ 55 വരെ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ പേജ് നമ്പർ 51, 52 അവർ പറഞ്ഞതുപോലെ തന്നെ നോക്കിക്കേ, വിശ്രാം സിംഗിലെ 52 മുതൽ 55 വരും എന്നല്ലേ പറഞ്ഞത്. അതാണ്ടേ 52 മുതൽ കണ്ടോ 55 വരെ ബ്രേക്കിയൽ പ്ലക്സസ് ആണ്. 55 വരെ ബ്രേക്കിയൽ പ്ലക്സസ് ആണ് കണ്ടോ. അപ്പോൾ എസ്സേ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്രേക്കിയൽ പ്ലക്സസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു സംഭവം കണ്ടോ നിങ്ങൾ, ഇതിനകത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗർ പറയുന്നത് കണ്ടോ, 4.10, 4.11. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗർ. അപ്പോൾ നമ്മൾ നോക്കണം, ഇതിനകത്തിൽ ദേണ്ടേ ഈ ബ്രേക്കിയൽ പ്ലക്സസിൻ്റെ താഴെ നമുക്ക് 4.9 ഉണ്ട്, 4.10 ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് 4.11 ഉണ്ട്. അപ്പം ഇതിനകത്തിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് 4.10യും അതുപോലെ തന്നെ 4.11 ആണ്. അപ്പോൾ ഈ ഡയഗ്രം എന്താണ് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നമുക്ക് ഒരു എസ്സേയുടെ താഴെ ഏതൊക്കെ ഡയഗ്രാംസ് പഠിക്കണം, എവിടെ മുതലാണ് ആ എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, അതൊക്കെ നമുക്ക് സിസ്റോൺ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ഫിസിയോളജി, ബയോകെമിസ്ട്രി അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫൈനൽ ഇയറിൽ അനാറ്റമി വേണ്ടുന്നതുകൊണ്ടാണ് ഞാൻ അനാറ്റമിയുടെ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. ബാക്കിയെല്ലാം എൻ്റെ വീട്ടിലൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അനാറ്റമി വെച്ച് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഫിസിയോളജി ആണെങ്കിൽ നിങ്ങൾക്ക് 2 ടെക്സ്റ്റ് ബുക്കാണുള്ളത്. GK പാലുണ്ട്, ഗീതയുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഫിസിയോളജിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ GK പാലിൽ അത് എത്ര പേജ് നമ്പറിൽ വരും, അതുപോലെ തന്നെ ഗീതയിൽ അത് എത്ര പേജ് നമ്പറിൽ വരും എന്നുള്ളത് സിസ്റോണിലുണ്ടാവും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡിസ്ക്രിപ്ഷൻ, അതായത് ഒരു ചെറുതായിട്ട് ആ ഒരു സിസ്റോൺ അതിൽ ഡിസ്ക്രൈബും ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ബുക്ക് മേടിക്കുന്നത് കൊണ്ട് ഒരു ദോഷവും ഇല്ല. പിന്നെ ഇത് നമുക്ക് എല്ലാ ബുക്ക് സ്റ്റോളിലും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ അതായത് സിസ്റോൺ വേണ്ടുന്നവർ എൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് കൊറിയർ ചെയ്ത് തരാം. അതിനകത്തിൽ എൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല. ഞാൻ ഡയറക്റ്റായിട്ട് ബുക്ക് സ്റ്റോളിലേക്ക് ഓർഡർ റെഫർ ചെയ്യുവാണ്, അവർ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പം ഞാൻ വഴിയാകുമ്പോൾ നിങ്ങൾക്ക് അത്രയും കൂടെ ഒരു കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് വരട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. പിന്നെ കുറേ പേര്, അതായത് ഞാനിങ്ങനെ കേട്ടു SUTയിലൊക്കെ ടെക്സ്റ്റ് ബുക്കിന് ഭയങ്കര പ്രൈസ് ആണെന്നുള്ളത്. ചില ടെക്സ്റ്റ് ബുക്കിൽ SUTയിലും DM വയനാടൊക്കെ ഞാൻ കേട്ടു നല്ല പ്രൈസിലാണ് അവർ യൂണിയൻകാർ ബുക്ക് എടുത്ത് കൊടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ഇയറിലെ MBBSൻ്റെ ബുക്ക്സ് ഞാൻ ഓർഡർ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചു. ഈ സൈഡിലായിട്ട് കാണുന്നതാണ് കേട്ടോ പ്രൈസ് റേഞ്ച്. അതായത് എനിക്ക് ബുക്ക് സ്റ്റോളിൽ നിന്ന് തരുന്ന പ്രൈസ് റേഞ്ചാണ് സൈഡിലായിട്ടുള്ളത്. അതായത് ആ ക്രോസ് ചെയ്തേക്കുന്നത് ബുക്കിൻ്റെ ഒറിജിനൽ പ്രൈസും ടിക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ആ ബുക്ക് സ്റ്റോളിൽ തരുന്ന പ്രൈസുമാണ് കേട്ടോ. അപ്പം നിങ്ങളതൊന്ന് നോക്കുക. വേണ്ടുന്നവർ ബുക്സിൻ്റെ കാര്യവും പറഞ്ഞ് ഓർഡർ ചെയ്യുക. അപ്പോൾ എന്തായാലും 5 to 7 days മാക്സിമം 5 ഡേയ്സേ എടുക്കത്തുള്ളൂ. 5 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ സംഭവം എത്തിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഏതൊക്കെ ബുക്ക് മേടിക്കണം, അത് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് പറയാം. അനാറ്റമിക്ക് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ടെക്സ്റ്റ് ബുക്കാണുള്ളത്. വിശ്രാം സിംഗും ഉണ്ട്, BD ചൗരസിയും ഉണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചത് വിശ്രാം സിംഗ് ആണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും കൂടെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജും ഡയഗ്രാംസ് ഒക്കെ ഇത്തിരി സിമ്പിളാണ് നമുക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ. ഇത്രയും കൂടെ നല്ല ടെക്സ്റ്റ് ബുക്ക് വിശ്രാം സിംഗ് ആണ്. ഏറ്റവും കൂടുതൽ എല്ലാവരും ഫോളോ ചെയ്യാൻ പറയുന്നത് വിശ്രാം സിംഗ് ആണ്. പിന്നെ BD ചൗരസി വേണ്ടുന്നവർക്ക് BD ചൗരസിയും മേടിക്കാം. ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് വിശ്രാം സിംഗ് ആണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഫിസിയോളജിക്കും നമുക്ക് 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. GK പാലും ഉണ്ട്, ഗീതയും ഉണ്ട്. ഗീത എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഇലാബറേറ്റ് ആയിട്ട് ഒരു സ്റ്റോറി പോലെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാകുന്നത്. GK പാൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഫുള്ള് ഫ്ലോ ചാർട്ടാണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോ ചാർട്ട് വെച്ച് ബൈ ഹാർട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് അറിഞ്ഞില്ലെങ്കിൽ എനിക്കതങ്ങനെ ഓർത്തിരിക്കാനൊക്കെ പാടാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ചത് ഗീതയാണ്. ഞാൻ ആദ്യം GK പാൽ മേടിച്ചു, എനിക്ക് ഒട്ടും ഫോളോ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഞാൻ ഗീത വീണ്ടും മേടിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം എനിക്ക്
ഇഷ്ടപ്പെട്ടത് ഗീതയാണ്. അപ്പോൾ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നു. പിന്നെ ഫ്ലോ ചാർട്ട് വെച്ച് പഠിക്കണം എന്നുള്ളവർക്ക് GK പാലാണ് കേട്ടോ നല്ലത്. ബയോകെമിസ്ട്രിക്ക് പിന്നെ വേറെ ടെക്സ്റ്റ് ബുക്ക് ഒന്നുമില്ല, ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കേ ഉള്ളൂ, DM വാസുദേവൻ. അത് നല്ല ടെക്സ്റ്റ് ബുക്കാണ്. സംഭവം ഇതെല്ലാം പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. നിങ്ങൾ ആദ്യം തന്നെ ഇതെങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കിക്കൊണ്ട് പോവുക. നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇട്ടിട്ട് പഠിച്ച് മൊത്തത്തിൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക. ഇപ്പോൾ തന്നെ ഞാനൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോൾഡർ ജോയിൻറ്റ് പേജ് നമ്പർ 71 to 78 കണ്ട ഇമ്പോർട്ടൻറ്റ് ഫിഗർ കണ്ടോ, 6.5, 6.6, 6.2b. അപ്പോൾ 71 to 78 വരെ എന്താണ്, ഷോൾഡർ ജോയിൻ്റ് ആണ്. അതായത് ഇവിടെ മുതൽ 78 വരെ എന്താണ്, ഷോൾഡർ ജോയിൻ്റ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ 8 പേജിലും ഷോൾഡർ ജോയിൻ്റ് ആണ്. നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുന്നത് ആകെ 3 മണിക്കൂറുള്ള എക്സാമാണ്. അപ്പോൾ നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ഒരു എസ്സേ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഷോൾഡർ ജോയിൻ്റ് മാത്രം എഴുതിയാൽ പോരല്ലോ. അപ്പോൾ എന്താണ് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാവുന്നത്, നമ്മൾ ഇത്രത്തോളം പഠിച്ചാലും, അതായത് ഈ 7-8 പേജിലുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ പഠിച്ചാലും നമുക്കത് അവിടെ എഴുതാനുള്ളൊരു സമയം കിട്ടത്തില്ല. മാത്രമല്ല ഇത് ഇത്രയും നമ്മൾ ഓർത്തിരിക്കത്തുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓർക്കാവുന്ന അത്രയും പഠിച്ചാൽ പോരെ. എന്തായാലും നമുക്ക് ഓർക്കാവുന്ന കാര്യങ്ങൾ അവിടെ എഴുതാനുള്ള സമയമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഷോൾഡർ ജോയിൻ്റ് ഒരു എസ്സേ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സബ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കണ്ടോ, ആർട്ടിക്കുലേറ്റിംഗ് സർഫസ്, ലിഗമെൻറ്റ്സ്, റിലേഷൻസ്, സ്റ്റെബിലൈസിങ് ഫാക്ടേഴ്സ്, മൂവ്മെൻറ്റ്സ്, ഇതൊക്കെ അതിൻ്റെ താഴെ വരുന്ന സബ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ആർട്ടിക്കുലേറ്റിംഗ് സർഫസിന് ചിലപ്പോൾ 4 മാർക്ക് കാണും, ലിഗമെൻറ്റ്സിന് 2 മാർക്ക് കാണും, റിലേഷൻസിന് 2 മാർക്ക് കാണും. അങ്ങനെയായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഷോൾഡർ ജോയിൻ്റ് എന്ന് പറഞ്ഞുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഇല്ലേ, അതൊന്നും പഠിച്ച് ഒത്തിരി സമയം കളയരുത്. ഇതിപ്പോൾ ഷോൾഡർ ജോയിൻ്റ് ആകുമ്പോൾ ഇത്രയേ ഉള്ളൂ. ചില ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയൊക്കെ കാണും. അപ്പോൾ നമ്മൾ അതൊന്നും വായിക്കേണ്ട, കാരണം അതൊന്നും ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. ഇതുപോലുള്ള സബ് ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് കണ്ടോ, ഇവിടെ തുടങ്ങി ആർട്ടിക്കുലേറ്റിംഗ് സർഫസിൻ്റെ തന്നെയാണ് ബാക്കി ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് ലിഗമെൻറ്റ്സ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് കണ്ടോ. ഇത്രയും തന്നെ എന്താണ്, ലിഗമെൻറ്റ്സ് ആണ്. ചിലപ്പോൾ അത് ചോദിക്കുന്നത് എത്ര മാർക്കിനായിരിക്കും, 2 മാർക്കിനായിരിക്കും. മാത്രമല്ല നമുക്കത് ഇവിടെ മുതൽ ഇവിടം വരെ പഠിച്ച് അത് എഴുതുന്നത് 2 മാർക്കിന് പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഓരോന്നിനും ഡയഗ്രാംസ് ഉണ്ടാവും. ഇപ്പോൾ തന്നെ ലിഗമെൻറ്റ്സിൻ്റെ ഡയഗ്രാംസ് ആണ് ഈ കാണുന്നേക്കതാ. ഇതിൽ നമ്മൾ ഡയഗ്രാംസ് മസ്റ്റായിട്ട് വരച്ച് പഠിക്കുക. ഈ ഡയഗ്രാംസ് ഈ പറയുന്നതിനകത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടാണോ നോക്കുക, ഈ ഫിഗറിനകത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടാണോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് ഈ ഡയഗ്രാംസ് വരയ്ക്കുക. ജസ്റ്റ് ഈ ലിഗമെൻറ്റ്സിൻ്റെ പേരെങ്കിലും എഴുതുക. ക്യാപ്സുലാർ ലിഗമെൻറ്റ്, അത് കഴിഞ്ഞിട്ട് വേറെ എന്താ, ഗ്ലീനോ ഹ്യൂമറൽ ലിഗമെൻറ്റ്, കൊറാക്കോ ഹ്യൂമറൽ ലിഗമെൻറ്റ്, ട്രാൻസ്വേഴ്സ് ഹ്യൂമറൽ ലിഗമെൻറ്റ്, ആക്സസറി ലിഗമെൻറ്റ്സിൻ്റെ 3 പേര് എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ എഴുതാനായിട്ട് പഠിക്കുക. ഇതിൻ്റെ താഴെയുള്ള ഇത്രയും ഡിസ്ക്രിപ്ഷനും പഠിച്ച് എഴുതി, അത് കഴിഞ്ഞിട്ട് ഇത് ഇത്രയും പഠിച്ച് ഇതിൻ്റെയും ഡിസ്ക്രിപ്ഷൻ പഠിച്ച് അങ്ങനെയൊക്കെ പഠിച്ച് തീർക്കാനുള്ളൊരു സാഹചര്യം നമുക്കില്ല. കാരണം ഇതുപോലുള്ള ഒരു ടെക്സ്റ്റ് അല്ല, ഇതുപോലുള്ള 7-8 ടെക്സ്റ്റ് നമുക്ക് പഠിക്കണം. ഇപ്പോൾ ഡിസ്റ്റിങ്ഷനൊക്കെ ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ അത് റെഫർ ചെയ്ത് നോക്കി പോവുക. കാരണം നമുക്ക് അത്രയും മാർക്ക് വേണം. നമ്മൾ ജസ്റ്റ് ഇപ്പം നന്നായിട്ടൊരു ഒരു ഫസ്റ്റ് ക്ലാസ് മേടിക്കുക, നന്നായിട്ട് നല്ല മാർക്ക് മേടിച്ച് പാസ്സാവുക, അങ്ങനെയൊക്കെ നോക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇത് മാത്രം ഫോക്കസ് ചെയ്താൽ മതിയാവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ഡയഗ്രാംസ് വരയ്ക്കുക, ഈ പേര് മാത്രം എഴുതുക. അപ്പോൾ തന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് 3 മാർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഇങ്ങനെ വായിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലിട്ട് ഇരിക്കത്തുമില്ല, നമുക്ക് അത്രയും ടെൻഷനും ആവും. കാരണം ഇത് മാത്രമല്ലടാ, നമ്മളിപ്പം ഹെഡ് ആൻഡ് നെക്ക് പഠിക്കും, ലോവർ ലിംബ് പഠിക്കും, അപ്പർ ലിംബ് മൊത്തം പഠിക്കും, തൊറാക്സ് പഠിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും. അപ്പോൾ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനൊക്കെ പഠിച്ചാലും നമ്മൾ ഓർത്തിരിക്കത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളിത് വായിച്ച് വെക്കുക, പക്ഷേ പഠിക്കുമ്പോൾ നമ്മൾ പേര് മസ്റ്റായിട്ട് ഓർക്കുന്ന രീതിയിൽ പഠിച്ചു പോവുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, സംഭവം ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ അനാവശ്യമായിട്ട് ഇങ്ങനെ അത്രയും പഠിക്കണോ ഇത്രയും പഠിക്കണോ ഒന്നും വെച്ച് ടെൻഷനാക്കാൻ നിൽക്കേണ്ട. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യം. അപ്പോൾ സിസ്റോൺ വേണ്ടവരും ഫസ്റ്റ് ഇയർ MBBSൻ്റെ ബുക്സ് വേണ്ടവരും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്യാം, ഞാൻ കൊറിയർ ചെയ്ത് തരാം. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ, ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ചോദിക്കുക കേട്ടോ. അറ്റ്ലീസ്റ്റ് ഇപ്പം ഞാൻ ഫൈനൽ ഇയർ ആണ്, എനിക്ക് പഠിക്കാനുണ്ട്, പക്ഷേ എനിക്കിതൊക്കെ ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് നിങ്ങൾക്ക് കൂടെ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.